ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പയർ കാണുമ്പോൾ എന്തോ ഒരു നാടൻ ഐറ്റാണെന്ന് തോന്നുന്നില്ലേ? അത് തന്നെയാണ്, നാടൻ ഐറ്റാണ് കേട്ടോ. അപ്പോൾ പയറുപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജീരക കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. നോമ്പിനൊക്കെ കുടിക്കുന്ന ജീരക കഞ്ഞി അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അത് രാത്രി തറാവിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുടിക്കും, പിന്നെ അത്താഴത്തിനും അങ്ങനെ കുടിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ റെസിപ്പാണ് കേട്ടോ. അതിനുള്ള സൈഡ് കൂട്ടാനും ഐറ്റംസൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. അങ്ങനെ പയറൊക്കെ അരിഞ്ഞ് ഞാൻ പയർ വേവിക്കാനും വേണ്ടി വെക്കുകയാണ്. അതിന് ശേഷം തേങ്ങ, കഞ്ഞിക്ക് തേങ്ങ വേണം, ജീരക കഞ്ഞിക്ക് തേങ്ങ വേണം. അങ്ങനെ ഞാൻ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കണം. അതിക്കുള്ള സൈഡ് കൂട്ടാനിൽ പെട്ടതാണ് കേട്ടോ ഉണക്കമീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാന്തൾ മീനാണ് കേട്ടോ ഇവിടെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം. പിന്നെ എനിക്കും ഇഷ്മോക്കൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു ഉണക്കമീൻ. ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇപ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഞങ്ങളിങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോൾ മാന്തൾ മീനിന് പോയിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ അവിടെ ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ മീനുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് ബോർഡല്ല കേട്ടോ ഞാൻ മീൻ, ബീഫ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നന്നാക്കാൻ എടുക്കൽ. അതാണ് ഞാൻ മുകൾക്ക് ഇങ്ങനെ നോക്കണം. അവിടെ സ്റ്റാൻഡ് ഉണ്ട്. അതിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒന്നുമല്ല, എന്നാലും ചെറിയൊരു പൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോ എടുക്കില്ല പറഞ്ഞാണ്ട് ഇതുകൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഹസ്ബൻഡ് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ കട്ടിംഗ് ബോർഡ് എന്നൊക്കെ. അതിനൊക്കെ ഞാനിങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ കുറേ ടൈം വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ ഈ ഉണക്കമീൻ. എന്നാൽ അതിൻ്റെ മേലുള്ള ഉപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി കിട്ടുള്ളൂ പറഞ്ഞാണ്ട്. പക്ഷെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ അപ്പാടെ അങ്ങോട്ട് പൊരിക്കലാണ്, നല്ലോണം കഴുകിയാണ്ട് പൊരിക്കലാണ്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. പിന്നെ ഇത് ഉള്ളി, പിന്നെ ഇതിക്കൊക്കെ വേണ്ട ഉള്ളി വേണം. അപ്പം ഞാൻ അതിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജീരക കഞ്ഞിക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് ഉള്ളിയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങയും ജീരകവും വേണം. ചെറിയ ജീരകമാട്ടോ വേണ്ടത്. അപ്പം ഞാനതിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ തേങ്ങ ചിരവാനും അതേപോലെ ഉള്ളി തൊലിച്ചെടുക്കാനൊക്കെ. അതൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്കായിട്ട് ഉണ്ടാവാറ്. ഇപ്പോൾ കുറച്ചായിട്ട് സ്റ്റോക്ക് ഇല്ല. അതെനിക്ക് സ്റ്റോക്കില്ലെങ്കിൽ എന്തോ ഒരു മാതിരിയാണ് തേങ്ങ ചിരവിയതും അതേപോലെ ഈ ഉള്ളി തൊലിച്ച് വെച്ചതൊക്കെ. അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനായിട്ട് അടുത്തത്. അപ്പോൾ ഇത് പിന്നെ പയറുപ്പേരിക്ക് വെച്ചിരുന്നു. അപ്പോൾ അത് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ. തൊലി കളയാത്ത വെജിറ്റബിൾസൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത ശേഷം പിന്നെ അങ്ങോട്ട് കഴുകലില്ല. അങ്ങനെ ഞാൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് അരക്കാൻ നിൽക്കുകയാണ്. തേങ്ങ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകമൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു അരി വെച്ചാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പലരും പല അരി വെച്ചാണ് ഉണ്ടാക്കാറ്, മറ്റേ ചാക്കരി അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഇത് നമ്മൾ താഴെ തന്നെ പാടത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കും ഒരു ചാക്ക് നെല്ല്. പിന്നെ നമ്മൾ തന്നെ മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർക്ക് ഹസ്ബൻഡിനും ഇഷ്മോക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുകൊണ്ട് ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്, ആരോഗ്യത്തിന് നല്ലതുമാണ് കേട്ടോ. അങ്ങനെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അതിൻ്റെ മുമ്പൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് കേട്ടോ. ചിലർക്ക് ജീരക കഞ്ഞി പറ്റില്ല മഞ്ഞ കളറാകുമ്പോൾ. അങ്ങനെ മഞ്ഞളും ഇട്ട് പിന്നെ അതൊന്ന് തിളക്കാൻ വെക്കുകയാണ് കേട്ടോ. നല്ലോണം തിളച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂൺ അങ്ങനെയൊക്കെ ഒരു നെയ്യ് മതി കേട്ടോ. പിന്നെ നെയ്യിൻ്റെ ഫ്ലേവർ നല്ല വേണമെന്നുള്ളവർക്ക് അത്യാവശ്യം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് നമ്മളിതിലേക്ക് ഉള്ളിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി അങ്ങനെ ചെറിയ ഉള്ളി ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം ഈ കഞ്ഞിക്ക് ഒഴിച്ചു കൊടുക്കാറാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ ഉള്ളി ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. കാരണം ആ നെയ്യിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അത് അവിടെ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കി കാണിട്ടോ. അപ്പോൾ ഇത് പപ്പടത്തെ പൊടി കളയാൻ കേട്ടോ. പപ്പടത്തിൻ്റെ മേലെ നല്ലോണം പൊടി ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും കളഞ്ഞ് കേട്ടോ പൊരിക്കുള്ളൂ. കാരണം ഒന്ന് അതിമത്തെ പൊടി അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ വയറിന് പിടിക്കില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ വെക്കുന്ന എണ്ണയിലൊക്കെ ആകെ പെട്ടെന്ന് എണ്ണ
കറുത്ത കളറായി പോകും കേട്ടോ. ഇത് പിന്നെ ഞാൻ പയർ തൂമിക്കാനും വേണ്ടിയിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത് കണ്ടില്ലേ, വീഡിയോ എടുക്കുന്ന ദിവസത്തെ ഫുഡിൻ്റെ വീഡിയോ എടുക്കുന്ന ദിവസത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് പാത്രം ഇങ്ങനെ കുന്നോടി കിടക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കലും ഇതൊക്കെ ആകുമ്പോൾ പാത്രം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഇനി അതൊക്കെ ഒരു ഇതാക്കിയിട്ട് കഴുകി വെച്ചിട്ടിട്ട് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ, ഉള്ളി മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കഞ്ഞിയും. നല്ല ടേസ്റ്റ്, കാരണം നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ കഞ്ഞിക്ക് അപ്പന് ഇത് ഇഷ്മോളെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അവൾക്ക് അത് അങ്ങനെ വേണം പറഞ്ഞാൽ അങ്ങനെ ജീരക കഞ്ഞി റെഡി ആയിട്ടോ. അതിലേക്കുള്ള ഐറ്റംസാണ് കേട്ടോ: പയറുപ്പേരി, പപ്പടം, തൈര്, കൊണ്ടാട്ടമുളക്, ഉണക്കമീൻ, അച്ചാർ, പിന്നെ മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഉള്ള ഒരു ചമ്മന്തി, പിന്നെ ഉപ്പും വെച്ചാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്